ഇന്ന് നമുക്ക് അടുത്ത കാലത്ത് യൂട്യൂബിൽ വളരെയധികം ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ബനാന കൊണ്ടുള്ള ഒരു ഡെസേർട്ട് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ആദ്യം ഈ ബനാന തൊലി കളഞ്ഞ് നമുക്ക് ചെറുതായിട്ട് നമുക്കിഷ്ടമുള്ള ഷേപ്പിൽ അരിഞ്ഞെടുക്കാം. ഞാൻ ഇത് ഈ ഷേപ്പിലാണ് കനം കുറച്ച് അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഒരു ഏത്തയ്ക്ക അരിഞ്ഞു. ഇനി നമുക്ക് ഇത് ട്രെയിലിട്ട് മാറ്റിയിട്ട് അടുത്ത ഏത്തയ്ക്ക അരിയാം. ബനാന എല്ലാം കട്ട് ചെയ്തു. ഇനി നമുക്ക് ട്രെയിലേക്ക് മാറ്റാം. 2 ബനാനയും കട്ട് ചെയ്തു. ഇനി നമുക്ക് സ്റ്റൗ കത്തിച്ച് പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് അല്പം ബട്ടർ ഗീയോ എല്ലാം ഇട്ട് കൊടുത്ത് ഈ ബനാന നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ബട്ടർ മെൽറ്റായി വരുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് ഈ ബനാന ഇട്ട് കൊടുക്കാം. ഇതിങ്ങനെ സാവകാശം ചെറിയ തീയിൽ ഒന്ന് വഴറ്റിയെടുക്കണം. നെയ്ക്കകത്തൊന്ന് ഏത്തയ്ക്ക ചെറുതായിട്ട് വേവുന്നിടം വരെ ഒന്ന് ഒരു ചെറിയ ബ്രൗൺ കളറാവും. ഒന്ന് കരിഞ്ഞു പോകാതെ ശ്രദ്ധിച്ച് അതൊന്ന് വഴറ്റിയെടുക്കുക. ഏത്തയ്ക്ക റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കുക. ഒരു 100 ഗ്രാം ശർക്കര പാനിയാക്കിയത് എടുത്തു വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഒഴിച്ചു കൊടുക്കുക. കുറേശ്ശായിട്ട് ഒഴിച്ച് ഇളക്കി എടുക്കുക. ഇനി മധുരം മതിയോ നോക്കിയിട്ട് വേണമെങ്കിൽ ഒഴിച്ചു കൊടുത്താൽ മതി. 100 ഗ്രാമാണ് ശർക്കര പാനി ഞാൻ എടുത്ത് വെച്ചിരുന്നത്. അത് വേണമെന്ന് നോക്കിയിട്ട് വീണ്ടും ചേർത്ത് കൊടുത്താൽ മതി. ഇച്ചിരി കൂടി ചേർത്ത് കൊടുക്കുക. ഈ അടുത്ത് അങ്ങ് ചേർത്ത് കൊടുക്കുക. ആ ശർക്കരയ്ക്കകത്ത് കിടന്ന് അത് മൂക്കട്ടെ. ഇതിലേക്ക് അല്പം ഏലക്ക പൊടിച്ചത് ഇട്ട് കൊടുക്കുക. ഏലക്കായൊക്കെ ഇട്ടു. റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലതായിട്ട് അത് വഴന്ന് വന്നിട്ടുണ്ട് ശർക്കരയ്ക്കകത്ത്. ഇനി ഇത് നമുക്ക് ഡിഷിലേക്ക് മാറ്റാം. ശർക്കരപ്പാനി ഒഴിച്ചതിന് ശേഷം അതിനോടൊപ്പം തേങ്ങാപ്പീരിയും കൂടി ഇട്ട് ഇത് വഴറ്റിയെടുക്കുന്നതാണ് കുറച്ചുകൂടെ സ്വാദ്. ഞാൻ എല്ലാം ഷുഗർ ആയത് കാരണം ഷുഗർ കൂടുതൽ വീണ്ടും കൂട്ടണ്ടെന്ന് കരുതി തേങ്ങാപ്പീര ഒഴിവാക്കിയാണ്. കൊച്ചു കുട്ടികളൊക്കെ ഉള്ള വീടുകളിൽ തേങ്ങാപ്പീരയുടെ ചേർത്ത് അത് ഉണ്ടാക്കി കൊടുത്താൽ അത് നന്നായിരിക്കും. ഇതിലേക്ക് നമുക്ക് ഒരു സ്കൂപ്പ് ഐസ്ക്രീം ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ പുറത്തേക്ക് അല്പം തേനോടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തുകൊണ്ട് നമുക്കിത് ടേസ്റ്റ് ചെയ്യാം. അങ്ങനെ ഇന്നത്തെ നമ്മളുണ്ടാക്കിയ ബനാന ഡിഷ് റെഡി ആയിട്ടുണ്ട്. ഡെസേർട്ട് റെഡി ആയിട്ടുണ്ട്. നമുക്കതൊന്ന്
ടേസ്റ്റ് ചെയ്ത് നോക്കാം. അടിപൊളിയാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇതിൻ്റെ പുറത്ത് നട്ട്സോ എന്തെങ്കിലും ഇട്ട് ഇച്ചിരി കൂടെ സ്വാദായിരിക്കും. അടിപൊളി ടേസ്റ്റിലൊരു ബനാന ഡെസേർട്ട്.